നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. സ്നേഹവും കരുതലും ഒരു പരിധിക്കപ്പുറത്തേക്കെത്തുമ്പോൾ മനുഷ്യരിൽ ചിലർ അവരല്ലാതായി മാറുന്നത് പതിവാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് അതിനൊരു തെളിവായി മാറിയതും നമ്മൾ കണ്ടു. സ്വന്തം സഹോദരനെയും ഉമ്മയെയും അടക്കം 5ഓളം പേരെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്താൻ അഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കൈ വിറച്ചിരുന്നില്ല. അവനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികൾ, അവനുണ്ടായ നാണക്കേട്, ഇതൊക്കെ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ ലോകത്തോട് വിട പറയാൻ ശ്രമിക്കുമ്പോൾ അവന് കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാണ്. അത്തരത്തിൽ അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതക വാർത്ത കേട്ട് ഞെട്ടിയ കേരളത്തിന് ഇപ്പോൾ സമാന രീതിയിൽ മറ്റൊരു വാർത്ത കേൾക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് അത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. സ്നേഹവും കരുതലും നൽകി കൂടെ നിർത്തിയ കൈകൾ കൊണ്ട് തന്നെ ഒരു അതിദാരുണമായിട്ടുള്ള കൊലപാതകം തൻ്റെ വീട്ടിൽ നടന്നു എന്നുള്ളതാണ് ആ ഗൃഹനാഥൻ അറിയുന്നത്. 4 മാസം കൊണ്ടു നടന്ന പകയാണ് തൻ്റെ ബന്ധുവിനോട് തീർത്തിരിക്കുന്നത് എന്നുള്ളത് ചുരുക്കം. മലബാറിലെ പ്രമുഖ ബാരൽ റിപ്പയർ വ്യവസായിയായിട്ടുള്ള CP ഹംസയുടെ പൂതംകുഴി വീട്ടിലെ കൊലപാതക വാർത്തകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ അരങ്ങേറിയ ഈ കൊലപാതകം സിനിമാ സ്റ്റൈലിനെ പോലും വെല്ലുന്ന തരത്തിലായിരുന്നു എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ക്രൂരമായ പ്രതികാരത്തിന്റെ കഥയാണ് ഈ സംഭവത്തിന്റെ പിന്നിൽ എന്താണ് എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ ലഭിച്ചിരിക്കുന്നത്. നസ്രീന എന്ന് പറയുന്ന 16 വയസ്സുകാരിയായ പെൺകുട്ടിയെ, മിടുക്കിയായ പെൺകുട്ടിയെ, വിദ്യാർത്ഥിനിയെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തുന്നു. 20 വയസ്സുള്ള അദ്നാൻ എന്ന് പറയുന്ന ബന്ധു തന്നെയാണ് കൊലപ്പെടുത്തുന്നത്. നസ്രീന എന്ന് പറയുന്ന 16 വയസ്സുള്ള ആ മിടുക്കി പെൺകുട്ടിയെ അദ്നാൻ എന്ന് പറയുന്ന 20 വയസ്സുകാരൻ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഇതിൽ ചില ദുരൂഹതകൾ ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പഠന വൈകല്യവും സ്വഭാവദൂഷ്യവുമുള്ള അദ്നാനെ നന്നാക്കിയെടുക്കാൻ വേണ്ടി വീടിന്റെ സകല കാര്യങ്ങളും വിട്ടു നൽകിയ കുടുംബത്തിന് കിട്ടിയതാണ് ഈ ഒരു കൊലപാതക സാഹചര്യം എന്നുള്ളതാണൊക്കെ പുറത്തേക്ക് വരുന്ന വിവരം. പക്ഷേ അവൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇനി അഥവാ അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഇതിന് പിറകിൽ അവന് സഹായമായി നിന്നത്? അങ്ങനെ നിന്ന ആൾക്ക് എന്തായിരിക്കും യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്നുള്ളതും ചോദ്യമാണ്. സാമ്പത്തികപരമായി ഈ പറയുന്ന ഒരുപാട് സ്വത്തുക്കളും വകകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു കൊലപാതകം, അതിന് പിറകിൽ എന്തെങ്കിലും മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. എന്തായാലും അന്വേഷണം തുടരുകയാണ് എന്നുള്ളതാണ് വിവരം. വീടിനുള്ളിൽ ആരോ കയറിയിട്ടുണ്ട്, ഒരു നിഴൽ കാണുന്നുണ്ട് എന്ന സഫിയ വിളിച്ചു പറയുന്ന ആ ഒരു സാഹചര്യം തുടങ്ങിയാണ് ഈ ഒരു കൊലപാതക രംഗം തുടങ്ങുന്നത്. കുടുംബത്തിന്റെ മുഴുവൻ തകർച്ചയും അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നുവെന്ന് അവിടെയുള്ള ആരും തന്നെ കരുതിയിരുന്നില്ല. മൂഴിക്കലിൽ 16-കാരി നസ്രീന അതിദാരുണമായി കൊല്ലപ്പെട്ട രാത്രിയിൽ ആദ്യം ഓടിയെത്തിയ തൽഹത്തിന്റെ വാക്കുകളിൽ ഈ നാട് ഒന്നടങ്കം നടുങ്ങി എന്നുള്ളതാണ്. ചൊവ്വാഴ്ച പുലർച്ചെ 4:55 ഉപ്പയുടെ സഹോദരി സഫിയയുടെ ഫോണിൽ വിളി വരുന്നത്. തൽഹത്തിനെ തേടിയെത്തുന്നത് ആ ഒരു കൊലപാതക വാർത്ത തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിരുന്നുകാരെല്ലാം മടങ്ങി നിശബ്ദമായ വീട്ടിൽ ഒരു അജ്ഞാത രൂപത്തെ കണ്ടു എന്നുള്ള ഭയത്തിലായിരുന്നു സഫിയയുടെ ഫോൺ. പറമ്പിൽ ബസാർ സ്വദേശിയായിട്ടുള്ള തൽഹത്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മൂഴിക്കലിലെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. മുകളിലെ മുറിയിൽ പരിശോധിച്ചതിന് ശേഷം തൽഹത്ത് കണ്ടത് കട്ടിലിനടിയിൽ പതുങ്ങി നിൽക്കുന്ന ഒരാളെയാണ്. മുട്ടിന് താഴെയുള്ള കാലുകൾ കണ്ടപ്പോൾ തന്നെ തൽഹത്തിന് ആരാണ് ആ കട്ടിലിനടിയിൽ ഒളിഞ്ഞു നിൽക്കുന്നത് എന്ന് മനസ്സിലാകുകയും ചെയ്തു. അദ്നാനായിരുന്നു ആ ഒളിഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ. അദ്നാൻ അകത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ തൽഹത്ത് ഉടനടി പ്രതികരിച്ചു. അവൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി മുറി പുറത്തുനിന്ന് അമർത്തി അടച്ച ശേഷം താഴേക്ക് വിളിച്ച് താക്കോൽ വരുത്തി വാതിൽ പൂട്ടിയിട്ടു. കുടുങ്ങിയെന്ന് ബോധ്യമായതോടെ അദ്നാൻ വാതിലിന്റെ ലോക്കിൽ പിടിച്ച് ശക്തമായിട്ട് വലിച്ചു രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. മുറിക്കുള്ളിൽ ബാത്റൂം പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്നാന് പുറത്തു കടക്കുക എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്നാനെ പൂട്ടിയ ശേഷം തൊട്ടടുത്ത മുറിയിൽ തൽഹത്ത് നസ്രീനയെ തിരയാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ചാണ് ആ ദാരുണമായ കാഴ്ച അവൾ കാണുന്നത്. നസ്രീന മരണപ്പെട്ടിരിക്കുന്നു.
ശ്വാസം നിലച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. മുറിയിൽ നിന്ന് നസ്രീനയെ താഴേക്ക് എത്തിച്ചപ്പോഴേക്കും ദേഹമൊക്കെ തണുത്തുപോയി, അതായത് മരണമുറപ്പായി കഴിഞ്ഞു എന്ന് തൽഹത്ത് വേദനയോടെ തിരിച്ചറിയുകയായിരുന്നു. ഉടൻ തന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പോലീസ് എത്തിയപ്പോൾ അദ്നാൻ ഒളിച്ച മുറി അകത്തുനിന്നും കുറ്റിയിട്ട നിലയിലാണ് കണ്ടെത്തിയത്. പുറത്തുനിന്ന് ബന്ധുക്കൾ പൂട്ടിയ മുറി അകത്തുനിന്ന് അദ്നാൻ പൂട്ടിയിട്ടു. എന്തിന്? പോലീസ് ഈ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടക്കുമ്പോഴേക്കും അദ്നാനും മരിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത്. മുഖത്ത് പ്ലാസ്റ്റർ ചുറ്റിയ നിലയിലായിരുന്നു മൃതദേഹം. അദ്നാൻ മുമ്പ് ഈ വീട്ടിൽ നിന്ന് 50,000 രൂപ മോഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചന. നസ്രീനയാണ് ഈ വിവരം വീട്ടുകാരെ അറിയിച്ചത്. അദ്നാന്റെ അലമാരയിൽ നിന്ന് പണം കണ്ടെടുത്തതോടെ അവരെ വീട്ടിൽ നിന്ന് വിലക്കുകയായിരുന്നു. സ്വന്തം സഹോദരിയുടെ മകനെ പോലെ സ്നേഹിച്ച വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിലെ പകയാണ് ആസൂത്രിതമായ നസ്രീനയുടെ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതും ചെറുതായിട്ട് കണ്ടെത്തുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി ഒളിഞ്ഞു നോക്കി നിന്ന അദ്നാൻ പുലർച്ചെയോടെ നസ്രീനയെ ലെഗിൻസ് ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് നിഗമനം. നസ്രീനയുടെ അദ്നാന്റെയും ഒക്കെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അദ്നാന്റെ മൃതദേഹം ഖബറടക്കി. വിദേശത്തുള്ള ഉപ്പ നിസാർ നാട്ടിലെത്തിയതിനു ശേഷം നസ്രീനയുടെ ഖബറടക്കം എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു കഴിഞ്ഞു. പഠന മികവ് കൊണ്ടും സ്വാഭാവിക മഹിമ കൊണ്ടും എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന നസ്രീനയുടെ വിയോഗം അത് ആ നാടിനെ ഒന്നടങ്കം വേദനയിലാക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഈ മനുഷ്യന്റെ ചിന്താഗതി എങ്ങോട്ട് പോകുന്നു എന്നതിന്റെ ആശങ്കയിലും എത്തിക്കുന്നുണ്ട്. ഒരു നിഴൽ പോലെ പതുങ്ങിയെത്തി സ്വന്തം ചോരയിൽ പിറന്നവൾക്ക് അന്ത്യകുദാശ നൽകിയ അദ്നാന്റെ ക്രൂരത കണ്ട് നടുങ്ങിയിരിക്കുകയാണ് നാട്. അദ്നാന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ തിരുത്താനാണ് ഹംസ തന്റെ മകൾ റംസീനയുടെയും വിദേശത്തുള്ള നിസാറിന്റെയും വീട്ടിലേക്ക് അവനെ കൊണ്ടുപോയതെന്നാണ് സൂചന. സ്വന്തം മക്കളെ പോലെയാണ് ഹംസയും കുടുംബവും അവനെ നോക്കിയത്. എന്നാൽ കുടുംബത്തിന്റെ വിശ്വാസം തകർത്ത വീട്ടിൽ നിന്ന് പണം അദ്നാൻ മോഷ്ടിച്ചതോടെ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. ഈ രഹസ്യം നസ്രീന വീട്ടുകാർക്ക് പറഞ്ഞുകൊടുത്തു എന്നുള്ളതാണ് പ്രതികാരത്തിന് കാരണമായി മനസ്സിലാകുന്നത്. തുടർന്ന് ഹംസ ഇടപെട്ട് അവരെ തിരികെ കൊളത്തറയിലെ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. നസ്രീനയോടുള്ള ശത്രുതയ്ക്ക് വിത്തിട്ടത് ഈ സംഭവമാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടി മെഡിക്കൽ എൻട്രൻസ് പരിശീലനത്തിന് ചേർന്ന നസ്രീനയുടെ പ്രകാശമുള്ള ഭാവിക്ക് മുന്നിലേക്ക് അദ്നാൻ മരണദൂതനായി എത്തിയെന്നത് ആ കുടുംബത്തിനും വേദനയാകുകയാണ്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയൊക്കെയാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെ മതിൽ കടന്നുകൊണ്ട് അദ്നാൻ വീടിന്റെ പുറത്തുകൂടെ പിൻഭാഗത്തുകൂടെ അകത്തേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. CCTV ക്യാമറ തിരിച്ചുവച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ച ശേഷം വീടിനുള്ളിൽ ഇവൻ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. പാതിരാത്രിയിൽ സകലരും ഉറങ്ങി എന്നുള്ള ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് മുകളിലെ മുറിയിലെത്തി അദ്നാൻ ലെഗിൻസ് ഉപയോഗിച്ച് നസ്രീനയെ കഴുത്ത് ഞെരിച്ച് വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം. തന്റെ സ്വപ്നങ്ങളും ഭാവിക്കും തടസ്സമായവൾ ആണ് നസ്രീന എന്നുള്ള പകയായിരിക്കണം അദ്നാന്റെ ഉള്ളിലുള്ളത് എന്നാണ് പോലീസും പറയുന്നത്. കൊലപാതകത്തിന് ശേഷവും അദ്നാൻ ആ വീട്ടിൽ എന്തൊക്കെയോ തിരഞ്ഞിരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ ചില സംശയങ്ങൾ നിൽക്കുകയാണ്. അദ്നാനെ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ചെയ്യിച്ചതാണോ ഈ കൊലപാതകമെന്ന്? അതോ ഈ സ്വയമേയുള്ള കൊലപാതകം ആസൂത്രണ കൊലപാതകമാണ് എങ്കിൽ അദ്നാൻ തിരഞ്ഞത് എന്തിനായിരുന്നു, എന്ത് ലക്ഷ്യം വെച്ചാണ് എന്നുള്ളതും ഒരു ചോദ്യമാണ്. നസ്രീനയെ കൊന്ന ശേഷം താഴെ മുറിയിലെത്തി ഉമ്മൂമ്മ സഫിയയുടെ അലമാരയുടെ താക്കോലെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് വീട്ടുകാർ ആ വീട്ടിൽ മറ്റാരോ ഉണ്ട് എന്ന് പോലും ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോഴാണ് മുകളിലെ മുറിയിൽ കയറി അദ്നാൻ വാതിലടയ്ക്കുന്നത്. കട്ടിലിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അദ്നാന്റെ മരണം അതിലും ചില കുഴപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെന്നാണ് പോലീസ് സൂചനകൾ നൽകുന്നത്. പാക്കിംഗ് പ്ലാസ്റ്റർ കൊണ്ട് വായും മൂക്കും കണ്ണും വരിഞ്ഞ് ഒട്ടിച്ചാണ് അദ്നാൻ മരണപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു മാർഗം സ്വയം സ്വീകരിക്കാൻ അതെങ്ങനെ സാധിക്കും എന്നുള്ളത് ചോദ്യം. ശ്വാസതടസ്സം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വലിച്ചു മാറ്റാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ശരാശരി ഹ്യൂമൻ റിയാക്ഷൻ. അതുണ്ടായിട്ടില്ലേ എന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുന്നു. അതിന് തുനിയാത്തത് എന്തുകൊണ്ടാണ്?
അവിടെയാണ് ദുരൂഹത. താക്കോൽ എന്തിനായിരുന്നു അദ്നാന് എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. കൊല നടത്തിയ ശേഷം രക്ഷപ്പെടാൻ നോക്കാതെ എന്തിനാണ് വീണ്ടും അലമാരയുടെ താക്കോൽ എടുക്കാൻ അദ്നാൻ ശ്രമിച്ചിരുന്നത്? ആ രാത്രിയിൽ കൂടുതൽ മോഷണത്തിന് ഇയാൾ പദ്ധതിയിട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ ലക്ഷ്യം വെച്ചിരുന്ന ആ വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു? ഇങ്ങനെ പല ചോദ്യങ്ങളിലൂടെയും കുഴയുകയാണ് പോലീസ്. അന്വേഷണം തുടരുന്നുണ്ട്. CCTV ദൃശ്യങ്ങളാണ് എന്തായാലും അദ്നാൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അദ്നാൻ മറ്റൊരാളുടെ സഹായമില്ലാതെയാണ് വീടിനകത്ത് കയറിയത് എന്ന് വ്യക്തമാകാൻ ഉപയോഗിച്ചിരിക്കുന്ന തെളിവ്. ചുറ്റും ക്യാമറകൾ ഉണ്ടായിട്ടും ഒരെണ്ണത്തിൽ മാത്രം പതിഞ്ഞ ദൃശ്യങ്ങൾ അദ്നാന്റെ ആസൂത്രണത്തിനെ തെളിയിക്കുന്നതാണെന്ന് പോലീസും പറയുന്നു. സമ്പന്നതയുടെ നടുവിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുതുയർത്തിയ CP ഹംസയുടെ കുടുംബത്തിലുണ്ടായ ഈ ദുരന്തം ഈ നാടിനൊന്നടക്കം ഒരു ആശങ്കയാണ്. കോഴിക്കോട് കമ്മീഷണർ മെറിൻ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത പോലീസ് സംഘമാണ് സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകളൊക്കെ ശേഖരിച്ച് അന്വേഷണം തുടരുന്നത്. 2 മരണവും ശ്വാസം മുട്ടിയാണ് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നതിലൂടെ വ്യക്തമാണ് എങ്കിലും ഈ മരണത്തിന്റെ പിന്നാമ്പുറത്ത് ഒളിഞ്ഞുകിടക്കുന്ന ആ ദുരൂഹതകൾ അതാണ് ഇനി പുറത്തേക്ക് വരാനുള്ളത്.